സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇലക്ഷനൊക്കെ അടുത്ത് വരുന്ന ഒരു സമയമാണ്. എല്ലാവരും വോട്ട് ചെയ്യുന്ന വ്യക്തികളാണോ? പലപ്പോഴും ചോദിക്കാൻ മറന്നു പോകുന്നൊരു ചോദ്യമാണ്. നമ്മളൊക്കെ നമ്മുടെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തുന്നവരാണോ? അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എൻ്റെ വോട്ട് നിർബന്ധമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ എല്ലാവരും? ഈ ഒരു കാര്യം, ടോപ്പിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല. പലപ്പോഴും നമ്മൾ ഈ വോട്ട് വളരെ കൃത്യമായിട്ട് വിനിയോഗിക്കാറുണ്ടോ? എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ വോട്ട് രേഖപ്പെടുത്തുന്നത്? പലപ്പോഴും മറ്റു വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ ബ്ലൈൻഡായിട്ട് കൂടുതലൊന്നും ചിന്തിക്കാതെ എൻ്റെ പാർട്ടി ഇതാണ് എന്ന് പറഞ്ഞ് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരാളാണോ നിങ്ങൾ? അതോ ഉത്തരവാദിത്ത ബോധത്തോടെ ഞാൻ ഈ വോട്ട് ചെയ്യുന്നത് ഇന്ന പർപ്പസിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ എൻ്റെ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന പാർട്ടിയെ ഞാൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ആ പാർട്ടി ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന പൂർണ്ണമായ ബോധ്യത്തിൽ നിന്നാണോ നിങ്ങൾ ഓരോരുത്തർ വോട്ട് ചെയ്യുന്നത്? ഞാൻ ഈ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരിയേറെ അഭിപ്രായങ്ങൾ നമ്മൾ ഈ വോട്ട് രേഖപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. പ്രത്യേകിച്ച് വോട്ട് ചോരി വിവാദമൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? രാഹുൽ ഗാന്ധി വലിയ ഒരു പേപ്പറൊക്കെ എടുത്തു വെച്ചുകൊണ്ട്, മാത്രമല്ല ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിലെന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മളുടെ മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ട്. അതിൽ തന്നെ അദ്ദേഹം എടുത്തു കാണിച്ച ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ അവിടെ ഇല്ലാത്തവരുടെ പോലും പേരുണ്ടായിരുന്നു. ഒരു വീട്ടിലെ 81 പേര് വസിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അതുപോലെ വോട്ട് ചെയ്ത സംഭവങ്ങൾ രേഖപ്പെടുത്തി നമ്മൾ കാണിച്ചു തന്നു. പേരിൻ്റെയും അഡ്രസ്സിൻ്റെയും ഭാഗത്ത് വെറും ആൽഫബേറ്റ്സും അതുപോലെ 000 എന്നൊക്കെ ഇട്ട് ആരാണെന്ന് പോലും അറിയാതെ ഒരേ ഫോട്ടോ തന്നെ പല ഭാഗത്തും ഉപയോഗപ്പെടുത്തി എല്ലാം വോട്ട് രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ജനാധിപത്യ രാജ്യം അതിൻ്റെ പൂർണ്ണമായ ദൗത്യം നിർവഹിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ആയിക്കൊണ്ടിരിക്കുക. അത് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, ഞാൻ രേഖപ്പെടുത്തിയ വോട്ട് അത് ശരിയായ ഒന്നായിരുന്നോ അത് ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് വേറൊരാൾ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ? ചിലപ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ വിദേശത്തൊക്കെ താമസിക്കുന്നവരുണ്ടാകാം, പലപ്പോഴും നാട്ടിലേക്ക് പോലും വരാത്തവരുണ്ടാകാം. പക്ഷേ അവരുടെയൊക്കെ വോട്ടുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പല ഭാഗങ്ങളും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ കള്ള വോട്ടുകൾ നടക്കുന്നുണ്ടോ? അതൊക്കെ ഒന്ന് പരിശോധിക്കുന്നതും അതൊക്കെ ഉറപ്പുവരുത്തുന്നതും ഒന്നും വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഇലക്ഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യുക, നമ്മളെ മയക്കുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളുമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ കടന്നു വരാറുണ്ട്. ഇപ്പോൾ ഈയിടയ്ക്ക് നമ്മുടെ സഭയിൽപ്പെട്ട ബിഷപ്പുമാർ പോലും വളരെ ബയസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വിവാദപരമായ ഓരോ കാര്യങ്ങൾ മീഡിയയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ആ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മനം മയക്കുന്ന വാഗ്ദാനങ്ങൾ അത് നിർവഹിക്കപ്പെടുന്ന ഒന്നാണോ? അതുകൊണ്ട് എൻ്റെ നാടിന് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്നൊക്കെ ഒന്നും ചിന്തിക്കാതെ നമ്മൾ അതിനെ ഉയർത്തിപ്പിടിക്കുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. അത് വൈദികരാകട്ടെ, അതുപോലെ തന്നെ ബിഷപ്പുമാരോ ആരും ആയിക്കോട്ടെ, സഭാ നിലയത്തിൽപ്പെട്ട ആരും ആയാലും ശരി, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസികളെ ബോധവൽക്കരിക്കണമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുക. കാരണം നമ്മൾ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോവുകയല്ല, മറിച്ച് ഈ വോട്ട് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മുടെ വിശ്വാസികൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതേസമയം നമ്മൾ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അത് ഏറ്റവും പ്രധാനം. കാരണം വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞത് ഒരു പൗരൻ്റെ അവകാശമാണ്. അത് ശരിയായ വിധത്തിൽ വിനിയോഗിക്കുവാൻ അവനെ പഠിപ്പിക്കുക, അവനെ ബോധവാന്മാരാക്കി മാറ്റുക, അതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. ഈയിടയ്ക്ക് വയനാട് തുരങ്കത്തിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വാർത്തകൾ വന്നു. ഏതൊരു ബിഷപ്പ് അത് വളരെ രീതിയിൽ അവതരിപ്പിക്കുന്നത് കണ്ടു. പക്ഷേ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ അത് വായിച്ച് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കും നാണം തോന്നാം. കാരണം 5 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത പദ്ധതി വീണ്ടും കൊണ്ടുവന്ന് ഇലക്ഷൻ ആയപ്പോൾ വീണ്ടും ഉദ്ഘാടനം ചെയ്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെയൊരു സംഭവം വരുന്നുണ്ട് എന്ന് അവതരിപ്പിക്കുമ്പോൾ അത് ആ കമൻറ്റ് വായിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എങ്ങനെയാണ് വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് അല്ലേ? നമ്മളുടെ റോഡുകളുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം. ഇന്ന് റോഡ് അവിടെ ഉണ്ടോ എന്ന് പോലും അറിയില്ലാതെ സഞ്ചരിക്കേണ്ട ഒരവസ്ഥയാണല്ലോ. മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടക്കുമ്പോൾ നമ്മൾ ഓർക്കും
എന്തുകൊണ്ടാണ് ഈ നാട് നന്നാവാത്തത്? പലപ്പോഴും ദീർഘദൂര യാത്രകളിൽ നമ്മൾ സഞ്ചരിക്കുക കാണുന്നത്, ഞാനും ആ ഒരു അനുഭവത്തിൽ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണ്? ഏതെങ്കിലും ഇലക്ഷൻ വരുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള 2 മാസം റോഡുകളെല്ലാം നന്നാക്കാൻ തുടങ്ങും. ആ റോഡുകൾ നന്നാക്കുന്ന ആ രീതി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇലക്ഷൻ അടുത്തു. കാരണം ഇലക്ഷൻ അടുത്തു, അപ്പോൾ മാത്രമാണ് ഞാൻ ഇന്നതൊക്കെ എൻ്റെ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു കാര്യം. ഈ 5 വർഷം ഒരു ഭരിച്ചതാണ്. ആ 5 വർഷത്തിൻ്റെ ഇടയിൽ തുടക്കത്തിൽ ഇത് ചെയ്യാമായിരുന്നുള്ളൂ. പക്ഷേ അവർക്കറിയാം അന്നേരം ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ഫലവുമില്ല. കാരണം 5 വർഷം പൂർത്തിയാകാറാവുമ്പോഴേക്കും ആ റോഡ് നശിച്ചിട്ടുണ്ടാകും. കാരണം അതിൻ്റെ ക്വാളിറ്റി അത്രയേ ഉള്ളൂ എന്ന് ഈ പണിയുന്നവർക്കും പണിയിപ്പിക്കുന്നവർക്കും അറിയാം. കാരണം പലപ്പോഴും ഒരു റോഡ് പണിയാൻ വേണ്ടി ഒരു കരാറുകാരനെ ഏൽപ്പിക്കുമ്പോൾ ആ കരാറുകാരന് പറയുന്ന ഒരു തുക പലപ്പോഴും ശരിയായ രീതി വിനിയോഗിക്കാൻ പറ്റില്ല. കാരണം മാസപ്പടി പോലെ മറ്റുള്ളവർക്ക് കമ്മീഷനും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം നമ്മൾ കാണുന്ന ഒരു വീഡിയോകളിലൊക്കെ ഉണ്ട്, പാമടക്കുന്നത് പോലെ ഈ റോഡ് തന്നെ ചുരുട്ടിയെടുത്തുകൊണ്ട് ആൾക്കാർ പ്രതിഷേധം അറിയിക്കുന്നതും അതുപോലെ തന്നെ ടാറ് ചുമ്മാ മുകളിൽ ഒഴിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതെല്ലാം കണ്ടിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ബോധവാന്മാരാവാത്തത്? അതൊരു ചോദ്യമാണ്. കാരണം ഉത്തരവാദിത്ത ബോധത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം. നമ്മൾ പ്രതികരിക്കുന്നവരായിട്ട് മാറും. പലപ്പോഴും ഇത് എൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടല്ലേ സമൂഹത്തിൽ വീണ്ടും വീണ്ടും ഇതേ പ്രശ്നങ്ങൾ ആവർത്തിക്കും. കാരണം ഇത് എന്നെ ബാധിക്കുന്ന ഒന്നല്ല, ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ചോദിക്കാനുണ്ടാകും. ആ ഒരു ചിന്തയോടുകൂടെ മറ്റുള്ളവർ ചോദിക്കട്ടെ, മറ്റുള്ളവർ അതിനുവേണ്ടി പ്രവർത്തിക്കട്ടെ എന്ന് കരുതി നമ്മൾ പ്രതികരിക്കാതെ മാറിപ്പോകുമ്പോൾ ഇത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ലൈസൻസായിട്ട് മാറുകയാണ്. എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഈ നാട്ടിലെ ആളുകൾ ചോദിക്കില്ല എന്ന ഒരു മനോഭാവം അവരുടെ ഉള്ളിൽ വളരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും അവരിതുപോലെ തന്നെ മുന്നോട്ട് പോകും. പക്ഷെ പ്രതികരിക്കുന്നവരാവുക. ഈ ഇടയ്ക്ക് ടോൾ പ്ലാസയിൽ ഉള്ള ആ ടോളൊക്കെ ഒരു 4 ആഴ്ചയിലേക്കൊക്കെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. റോഡ് നന്നാക്കിയിട്ട് ടോൾ പിരിച്ചോ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് സുപ്രീം കോടതി പോലും എത്തി. അതൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം അഴിമതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവിടെ ഒരു വ്യക്തി പ്രതികരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ആ 4 ആഴ്ചയെങ്കിലും ആ ടോൾ വേണ്ട എന്ന് കോടതി വിധിച്ചത്. അത് പ്രതികരിച്ചത് കൊണ്ടാണ്. അതുപോലെ തന്നെ ചില വ്യക്തികൾ സ്വന്തം വണ്ടികൾ ആ ടോൾ പ്ലാസയിൽ നിർത്തിയിട്ടു. കാരണം ഈ റോഡിലൂടെ ഇതുപോലെ കുണ്ടുകുഴിയിലൂടെ സഞ്ചരിക്കുന്ന ഞാൻ എന്തിനാണ് ടോൾ നൽകേണ്ടത് എന്ന് പ്രതികരിച്ച് അവസാനം മണിക്കൂറുകൾ അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഇതുകൊണ്ട് യാതൊരു ഫലവുമില്ല. അതുകൊണ്ട് ടോൾ പിരിക്കാതെ തന്നെ കടത്തിവിടുന്ന അവസ്ഥയിലേക്ക് വന്നു. എന്തുകൊണ്ടാണ്? ധീരതയോടെ ധൈര്യത്തോടെ ആ അഴിമതിക്കെതിരെ പൊരുതുവാൻ ഒരാൾ തയ്യാറായി. അതുപോലെ നമ്മൾ ഓരോരുത്തരും തയ്യാറായാൽ ഒരു പക്ഷേ ഈ നാട്ടിൽ പകുതി അഴിമതിയും നമുക്ക് ഇല്ലാതാക്കാം. മാത്രമല്ല നമ്മുടെ ഇലക്ഷനിലൊക്കെ കൃത്യമായ രീതിയിൽ നമ്മുടെ പ്രതികരണങ്ങൾ അവരെ അറിയിക്കാൻ പറ്റും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ്, ഇത് ചെയ്തു തരാൻ നിങ്ങൾക്ക് സാധിക്കൂ. അങ്ങനെ നമ്മുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരുന്നവരോട് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ന കാര്യങ്ങളാണ്, അത് ചെയ്തു തരാൻ തയ്യാറാകുന്ന ഒരു പാർട്ടിയാണോ നിങ്ങളുടേത് എങ്കിൽ അത് ഏത് പാർട്ടി ആയിക്കോട്ടെ നിങ്ങൾ വോട്ട് കൊടുക്കുക. അവിടെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈശോ നമ്മൾ മത്തായിയുടെ സുവിശേഷം 10:14 പറയുന്ന പോലെ സർപ്പത്തെ പോലെ വിവേകിയായിട്ട് മാറുക. അതേസമയം പ്രാവിനെ പോലെ നിഷ്കളങ്കരുമാകാനാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുക. അവിടെ വൈരാഗ്യബുദ്ധിയോടെ പ്രവർത്തിക്കാനല്ല, മറിച്ച് നിഷ്കളങ്കരായിരിക്കുക. അതേസമയം വിവേകികളുമായിരിക്കണം. കൃത്യമായ വിവേചന ബുദ്ധിയോടുകൂടെ നമ്മളൊരു വോട്ട് രേഖപ്പെടുത്തുന്നവരായിട്ട് മാറണം. അതുകൊണ്ട് ഈ ഇലക്ഷൻ എടുക്കുന്ന ഒരു സമയമാണ്. പലപ്പോഴും നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കാര്യങ്ങളൊക്കെയാണ് കടന്നു വരുന്നത്. അതൊക്കെ ഒരു പടിപടിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ് എന്ന ബോധ്യത്തിൽ അതും വളരെ വ്യക്തമായി കൃത്യമായി അതുപോലെ പൂർണ്ണമായ ബോധ്യത്തോടെ നിർവഹിക്കാൻ തയ്യാറായാൽ തീർച്ചയായും മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു ഭരണകൂടത്തെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കും. മാത്രമല്ല കമ്മിറ്റഡായിട്ട് നിൽക്കുന്ന ഭരണകർത്താക്കളെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല ജനങ്ങളുടെ മുമ്പിൽ ഇനിയും അവരെ വിട്ടികളാക്കാൻ സാധിക്കില്ല എന്ന ഒരു സന്ദേശം കൊടുക്കുവാനും ഈ ഇതിലൂടെ നമുക്ക് സാധിക്കും. അപ്പം അതിനുവേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്യുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുക. ഇതൊരു ചെറിയൊരു വീഡിയോയാണ്, പക്ഷേ ഇതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അവരും ഇതൊക്കെ കേൾക്കുമ്പോൾ അവരും ചിന്തിക്കട്ടെ, അവരുടെ ജീവിതത്തിലും അവർ രേഖപ്പെടുത്തുന്ന വോട്ടുകളൊക്കെ കൃത്യമായിട്ടാണോ, അതോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതോ ഒരു പാർട്ടിയിൽ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും അത് ചെയ്യുന്നവരായിട്ട് മാറുന്ന വെറും വിഡ്ഢികളായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുവാൻ ഈ ഒരു ചെറിയ വീഡിയോ അവരെ സഹായിക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആരായാലും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക.